8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരമായി നിൽക്കുന്നവരാണ്. നമസ്കാരം. കൈപ്പേശ്ശേരി കോയന്നമ്പുരി. കുടുംബാംഗങ്ങളിൽ താമസിക്കുന്ന സ്ഥലത്ത് ഐശ്വര്യമുണ്ടാവാൻ ഒരുപാട് ആരാധനാ സമ്പ്രദായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസത്തെ പ്രാധാന്യം കൊണ്ട് ഐശ്വര്യം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ട്. വിളക്ക് കൊളുത്തുമ്പോൾ ഉള്ള ഐശ്വര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാമജപാദികളുടെ ഐശ്വര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ വാസ്തു കൊണ്ട് ഐശ്വര്യം ഉണ്ടാക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഐശ്വര്യം ഉണ്ടാകാനുള്ള ഒരുപാട് വഴികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആ വഴികൾ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു ആഗ്രഹം എന്നെ കേൾക്കുന്നവർക്ക് പൂർണ്ണ ഐശ്വര്യം ഉണ്ടാവുക, പൂർണ്ണ സന്തോഷം ഉണ്ടാവുക, പൂർണ്ണമായി നന്നായി ജീവിക്കുക. അതിനുള്ള ലഘുവഴികൾ ഒരുപാട് വീഡിയോകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പരിപാലിക്കേണ്ട വിഷയങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഒരുമിച്ച് പറയാവോ എന്ന് ഒരു സംശയം കഴിഞ്ഞ ദിവസം മെസ്സേജായിട്ട് ചോദിച്ചുകൊണ്ട് ഞാനത് ഒന്നുകൂടി ക്രോഡീകരിച്ച് പറയാം എന്ന് വിചാരിച്ചു. സാധാരണ ജീവിതത്തിൽ സാധാരണക്കാരന് സാധാരണ പോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം നമുക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമാണ് സാമ്പത്തികപരമായി വരികയുള്ളൂ. ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായാലാണ് കുടുംബത്തിൽ ശാന്തമായ സമാധാനപരമായ ജീവിതം ഉണ്ടാവുള്ളൂ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമാണ് പരമ്പരയ്ക്ക് നല്ല ബുദ്ധിയും നല്ല ഓജസ്സും നല്ല തേജസ്സും നല്ല ജോലിയും കിട്ടുള്ളൂ. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമാണ് അസുഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ആ ഐശ്വര്യം ആരാണെന്ന് ചോദിച്ചാൽ സർവ്വദേവതാ സങ്കല്പങ്ങളിൽ നിന്നുള്ള അനുഗ്രഹവും നമ്മുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കൂടെ കൂടുന്നതാണ്. എല്ലാ ദേവതാ സങ്കല്പത്തിൻ്റെ അനുഗ്രഹവും വേണം. അതാണ് ഓരോ ദേവതമാരെ പ്രാർത്ഥിക്കുന്ന പ്രാധാന്യം പറയുമ്പോഴും ഇത് ഐശ്വര്യത്തിന് നൽകണമെന്ന് പറയണത്. എല്ലാ ദേവതാ സങ്കല്പവും ഐശ്വര്യത്തെ നൽകുന്നതാണ്. ഓരോ ദേവന്മാരും ഓരോന്നാണ് നമുക്ക് തരുന്നത്. ഇതെല്ലാം കിട്ടുന്ന ഒപ്പം തന്നെ നമുക്ക് ലക്ഷ്മി ഭഗവതിയുടെ ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന് ഏറ്റവും ശ്രേയസ്സായി നൽകുന്നത്. അതിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പരിപാലിക്കേണ്ട ഒരു ലക്ഷ്മി ഭഗവതി നമ്മുടെ കുടുംബത്തെ അനുഗ്രഹം ചൊരിയുന്ന സമയം എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്താൽ അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അനുഗ്രഹത്തിലേക്ക് വരും എന്ന് വിചാരിച്ചാൽ, ഒന്ന്, നല്ല വൃത്തിയായിട്ട് വീടും പരിസരവും സൂക്ഷിക്കുക. ഞാൻ അതിനെക്കുറിച്ച് ഒരു 5 പ്രാവശ്യമെങ്കിലും 5 വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. വീടും പരിസരം, വീടിനകം, വീടിൻ്റെ മുറികൾ, വീടിൻ്റെ കോലായ, മുറ്റം, ഇറയം എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം 2 നേരവും വൃത്തിയാക്കി അടിച്ചുവാരി തളിക്കുന്ന കുടുംബങ്ങളിൽ മാത്രമേ ലക്ഷ്മി ദേവി വസിക്കൂ. 2, ഒരു പൂജാമുറി ഇല്ലെങ്കിൽ വിളക്ക് ശുദ്ധമായി വെക്കുന്ന ഒരു സങ്കല്പമുള്ള ഒരു പീഠമെങ്കിലും കുടുംബത്ത് സൂക്ഷിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ നിലവിളക്ക് വെക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിളക്ക് വെച്ചിരിക്കണം. രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിക്കാത്ത കുടുംബങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ജ്യേഷ്ഠയാണ് ഉണ്ടാവുള്ളൂ, ശ്രീലക്ഷ്മി ആയിരിക്കില്ല. അപ്പോൾ അതിന് പക്വമായി നിൽക്കുന്ന ഒരവസ്ഥാന്തരം നമ്മുടെ കുടുംബത്ത്. പുറത്ത് വിളക്ക് വെക്കണമെന്നില്ല, അകത്ത് നമ്മൾ ഒന്നല്ല പൂജാമുറി. ഇപ്പം എല്ലാവർക്കും പൂജാമുറി വേണമെന്നില്ല. ഒരു പീഠമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്ലേറ്റിനകത്തൊരു നിലവിളക്കെങ്കിലും കത്തിച്ച് ഒന്ന് തൊഴാൻ, ഒരു മുറി ആയിക്കോട്ടെ, രാവിലെ വൈകുന്നേരം ഒരു അരമണിക്കൂറെങ്കിലും നിലവിളക്ക് കത്തിക്കാവുന്നൊരു സൗകര്യം ഉണ്ടാവും. ആ നിലവിളക്ക് വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് നിങ്ങൾ അകത്തും പുറത്തും വിളക്ക് കത്തിക്കുന്നുള്ള ആൾക്കാരാണെങ്കിൽ, പല ആൾക്കാർ അകത്തും കത്തിക്കും പുറത്തും കത്തിക്കും. പുറത്ത് മാത്രം കത്തിക്കുന്നവരുണ്ട്. പുറത്ത് കത്തിക്കുന്നവർ അഷ്ടദിക്പാലകരെ വിളക്ക് കാണിച്ചിട്ട്, അഷ്ടദിക്പാലകർ എന്ന് പറഞ്ഞാൽ കിഴക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലത്തോട്ടാണ്, നമ്മളിങ്ങനെ വലത്തോട്ട് തിരിയണം. പിന്നെ കിഴക്ക് തെക്ക് മൂല, തെക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് മൂല, പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് വടക്ക് മൂല, പിന്നെ വടക്കോട്ട്, പിന്നെ വടക്ക് കിഴക്ക് മൂല. അങ്ങനെ 8 ദിക്കിലേക്കുള്ള അഷ്ടദിക്പാലകന്മാരെ സങ്കല്പിച്ച് വിളക്ക് കാണിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് വെക്കണതിന് മുമ്പ് ഒരു പ്രദക്ഷിണ ആ വിളക്ക് കൊണ്ട് വെക്കണം. എന്നിട്ട് ആ വിളക്ക് സ്വസ്ഥാനത്ത് വെക്കണം. ആ കുടുംബത്തിൽ അക്ഷരങ്ങൾ പറയാൻ പറ്റുന്ന ആൾക്കാർ, കൊച്ചു കുട്ടികളല്ല ഉദ്ദേശിക്കുന്നത്, 70 വയസ്സിന് മുകളിലേക്ക് വയസ്സായി കിടപ്പുള്ളവരല്ല ഉദ്ദേശിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്ന എല്ലാവരും എന്നതിൻ്റെ അർത്ഥം. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം എല്ലാവരും കൂടി ഇരുന്നെങ്കിലും കൂട്ടമായ നാമജപം വേണം. അപ്പം ആ നാമജപം ആണ് ആ ലക്ഷ്മിയെ അവിടെ അധിവസിപ്പിക്കുന്നത്, നിലനിർത്തണത്. ആ ലക്ഷ്മിയുടെ വാസസ്ഥലത്തിന് വേണ്ട മരുന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓക്സിജനും വേണ്ടേ നമുക്ക് ജീവിക്കാൻ. അതുപോലെ ലക്ഷ്മി നിൽക്കണമെങ്കിൽ നാമജപം വേണം. അത് അമ്മ വിളക്ക് വെച്ചോളും, ഞാൻ വരുമ്പോഴത്തേക്കും അമ്മ അണയ്ക്കും, എന്നിട്ട് അമ്മ നാമം ജപിക്കും. എല്ലാം അമ്മയുടെ ഉത്തരവാദിത്തം, നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന് നിരീക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാനാണ് പറഞ്ഞത്. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മ ചെയ്യുമ്പോൾ അമ്മയുടെ മക്കൾക്ക് കിട്ടും, നിങ്ങൾ ചെയ്താലേ നിങ്ങളുടെ മക്കൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ചെയ്യണം. അമ്മയും മക്കളും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓക്സിജനും പോലെ ജപത്താൽ മുഖരിതമായി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ലക്ഷ്മിയുടെ. അപ്പോൾ 1 വീട് വൃത്തിയാക്കുക, 2 വിളക്ക് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും മുന്നിൽ 2 വിളക്ക് വെച്ച് നാമജപം. 3-ാമത്തെ കാര്യം, ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമായ തുളസി കുടുംബത്തിൽ നട്ടുപിടിപ്പിക്കുക. തുളസിത്തറ ഉണ്ടാവുക, തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുക, തുളസിയെ തൊഴുത് പ്രാർത്ഥിക്കുക, തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുക. ഏറ്റവും കേമത്താണ്. കാരണം ലക്ഷ്മി തന്നെയാണ്, വിഷ്ണുവിൻ്റെ ഭാര്യ തന്നെയാണ് തുളസി എന്നവരുടെ. 3-ാമത് അത് ചെയ്യുക. 4-ാമത്തെ കാര്യം നെല്ലി കുടുംബത്തിൽ വെച്ച് പിടിപ്പിക്കുക. ഇപ്പം നെല്ലി എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. വല്ലപ്പോഴെങ്കിലും വല്ല പൗർണമി ദിവസമൊക്കെ ലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരു നെല്ലിക്ക എന്ന് പറയുന്ന ആ നെല്ലിമരത്തിൻ്റെ വിത്ത് ലക്ഷ്മിക്ക് സമർപ്പിക്കുന്നത് പോലും നല്ലതാണ്. പൗർണമി ദിവസമൊക്കെ നെല്ലിമരം വെച്ചാൽ അതിഗംഭീരമാണ്. നെല്ലിമരത്തിന് ലക്ഷ്മിയുടെ വാസസ്ഥലമായി ബന്ധമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നെല്ലിമരം വെക്കുക. 4 കാര്യമായി. 5-ാമത്തെ കാര്യം, ശിവക്ഷേത്ര ഭജനം, നമഃശിവായ ജപം. നമഃശിവായ ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ഭജിക്കുന്നതും വളരെ ഗംഭീര. കാരണം നമുക്ക് അറിയാം കൂവളത്തില എങ്ങനെ ഉണ്ടായെന്നുള്ളത് നമ്മൾ ആർക്കറിയാവുന്നതാണ്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൂവളത്തിൽ തന്നെ ഇരിക്കുന്നത് ലക്ഷ്മിയാണ്. അപ്പം മഹാദേവ ഭജനവും നമഃശിവായ ജപവും ലക്ഷ്മിയെ അനുഗ്രഹത്തിൽ നല്ലതാണ്. 2, ഇപ്പം അത് കഴിഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിൻ്റെ നാമം ജപിക്കുക. അപ്പോൾ 8 കൂട്ടം പറയുന്നതിൽ 1 വീട് വൃത്തിയാക്കുക, 2 വിളക്ക് വെപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, 3 തുളസി ചെടിയുടെ കാര്യം പറഞ്ഞു, 4 നെല്ലിക്കയുടെ കാര്യം പറഞ്ഞു, 5 ശിവക്ഷേത്ര ഭജനം പറഞ്ഞു, 6 വിഷ്ണുക്ഷേത്ര ഭജനം പറഞ്ഞു. 7-ാം ഭാവത്ത് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക, പാവപ്പെട്ട കുട്ടികളെയും സാധുക്കളെയും സഹായിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ വിദ്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അവന് പുസ്തകം മേടിക്കാൻ പൈസ കൊടുക്കുക. കാരണം വിദ്യ എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. അവർക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് 1 മാസത്തെ ഫീസ് കൊടുക്കുക. ഇതൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു പേനയെങ്കിലും കൊടുക്കുക, നല്ലതാണ്. സാധു സ്ത്രീകൾ അല്ലെങ്കിൽ സാധു ആൾക്കാർക്ക് എന്തെങ്കിലും വസ്ത്രം കൊടുക്കാം, എണ്ണ കൊടുക്കാം, സോപ്പ് കൊടുക്കാം, ഭക്ഷണം കൊടുക്കാം. സാധുജന സംരക്ഷണം, സാധുജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മനസ്സിലെ ലക്ഷ്മി വസിക്കുള്ളൂ. സാധുജന സംരക്ഷണം, സാധുക്കളെ സഹായിക്കുക, നമുക്ക് പറ്റാവുന്നത്. പിന്നതൊന്നൊന്നുമില്ല, സാധുക്കളാണെന്ന് തോന്നിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഗംഭീരമാണ്. ഏറ്റവും അവസാനത്തെ ജപം, അശുഭമായ കാര്യങ്ങൾ, പ്രാക്കുകൾ, നീചമായ വാക്കുകൾ, നീചമായ വർത്തമാനങ്ങൾ കുടുംബത്തകത്ത് സംസാരിക്കാതിരിക്കുക. അക്ഷരം നാസ്തി മന്ത്രം, മന്ത്രമല്ലാത്ത അക്ഷരമില്ല. സഭ്യമായി നിൽക്കുന്ന സംസാരവും സഭ്യമായ നാമജപവും മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും മന്ത്രമാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുടുംബത്തിനകത്തെ ഈ അലശണ്ടികൾ അല്ലെങ്കിൽ അസഭ്യമായ വാക്കുകൾ, സഭ്യമല്ലാത്ത രീതികൾ ഒന്നൊക്കെ ഉപയോഗിച്ച് നല്ല വാക്കുകൾ ഈ 8 കൂട്ടം പാലിച്ചാൽ, 8 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരമായി നിൽക്കുന്നവരാണ് ഈ 8 കാര്യങ്ങൾ. അപ്പം അതിനകത്ത് മഹാദേവനും വന്നിട്ടുണ്ട്, മഹാവിഷ്ണു വന്നിട്ടുണ്ട്, വിളക്ക് കൊളുത്തുന്ന വരുന്നിട്ടുണ്ട്, നാമജപം വന്നിട്ടുണ്ട്, വീട് വൃത്തിയാക്കണത് വന്നിട്ടുണ്ട്, നെല്ലിക്ക സമർപ്പണവും നെല്ലിമരവും വെക്കുന്ന വന്നിട്ടുണ്ട്, തുളസിയെ പരിപാലിക്കുന്ന വന്നിട്ടുണ്ട്, സാധുജന സംരക്ഷണം വന്നിട്ടുണ്ട്. നല്ല വാക്കുകൾ സംസാരിക്കുക,
വൈകുന്നേരം ആകുമ്പോൾ അമ്മ നാരായണ 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 എന്ന് ചോദിക്കുക. അങ്ങാപ്പുറേ സീരിയലിനകത്ത് അവളെ കൊല്ലണം പിടിക്കണം എന്ന് പറയുന്ന ഒരു സാധനം വെച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അങ്ങാപ്പുറേ മക്കൾ തമ്മിൽ വളരെ അലശണ്ടി കൂടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബഹളം നടക്കുക. അപ്പോൾ ഈ അമ്മയുടെ ശ്രദ്ധയും മാറും, നാമജപം ശരിയാവില്ല, ഈ പറയുന്ന വാക്കുകളൊക്കെ. അതുമല്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ പ്രാകുക. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഈ പ്രാകുന്ന കുടുംബേ നശിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രാകുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു, ആ വ്യക്തികളെ നശിക്കണേ. പ്രാക്ക് ഏറ്റവും കൂടുതലുള്ള വ്യക്തികൾ ആരാണോ ആ വ്യക്തികളുടെ ജീവിതം അതികഷ്ടമായി മാറും. അപ്പം ഇങ്ങനെയുള്ള ദുരിതങ്ങളായ നാക്കുകളോ വാക്കുകളോ ചെയ്യാതിരിക്കുക. അപ്പം ഇത്രയും ചെയ്താൽ അവിടെ ലക്ഷ്മി വസിക്കും എന്നാണ് പറയുന്നത്. അപ്പം ലക്ഷ്മി വസിക്കാനുള്ള 8 മാർഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശുദ്ധവൃത്തിയോടുകൂടി ജീവിക്കാൻ നമ്മളെ ലക്ഷ്മിയുടെ അനുഗ്രഹം പഠിക്കുന്നുണ്ട്. വിളക്ക് വെച്ച് നാമം ജപിച്ചാൽ മാത്രമേ ലക്ഷ്മിയുടെ അനുഗ്രഹം, ഇതൊക്കെ സാധാരണ രീതിയിൽ ചെയ്തു പോകണം നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ഈ തുളസിയുടെയും ഇതിൻ്റെയൊക്കെ സംരക്ഷണം, ശിവഭജനവും വിഷ്ണുഭജനവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തൊട്ട് പറയാറുണ്ട്, നമഃശിവായ ജപവും നാരായണ നാമജപവും ജപത്തിൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുമ്പോഴാണ് ആ കുടുംബത്ത് ശാശ്വതമായി നിൽക്കുന്ന, സമാധാനപരമായി നിൽക്കുന്ന ജീവിതത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് നാമജപത്തിൽ ശൈവഭജനവും വൈഷ്ണവഭജനവും പറഞ്ഞാൽ ഈ 2 ഭജനങ്ങളും ലക്ഷ്മി കടാക്ഷത്തിന് എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്, ഉയർച്ചയ്ക്ക്, സമ്പത്തിന്, ശ്രേയസ്സിന് ഏറ്റവും കേമത്വം ശൈവഭജനവും വൈഷ്ണവഭജനവും എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം ശൈവപരമായി നിൽക്കുന്ന നാമജപാദികളും വൈഷ്ണവപരമായി നിൽക്കുന്ന നാമജപാദികളും ഒരിക്കലും കുടുംബത്തൊഴിവാകരുത്. ഒരിക്കലും അത് ഒഴിവാക്കി ഒരു ദിവസം ആ കുടുംബം പോകരുത്. ശൈവനാമജവും വൈഷ്ണവനാമജവും ഇല്ലാതെ ഒരു ദിവസം ആ കുടുംബം കടക്കരുത്. അതായത് എല്ലാ ദിനവും രാവിലെ വൈകുന്നേരം അത് നിർബന്ധമായി ഒരു കുടുംബത്തെ ലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് ജപിക്കണം. അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ അത് വേണം, അല്ലെങ്കിൽ അത്യാവശ്യം സന്തോഷം ജപിക്കാൻ അത് വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഇവർ 2 പേരും വേണം എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപാദികൾക്കുള്ള പ്രാധാന്യം വീണ്ടും അവിടെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്. ഇത് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പറയുക, കനകധാര ജപിക്കാം, അഷ്ടലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കനകധാര എല്ലാ ദിവസവും ജപിക്കുന്നതല്ലാണ്. അഷ്ടലക്ഷ്മി സ്തോത്രം അത് നിർബന്ധമായും ജപിക്കാം. സാധാരണഗതിക്ക് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തികപരം ഉയരാനും സാമ്പത്തികം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറാനും ഏറ്റവും നല്ലതാണ് ഈ അഷ്ടലക്ഷ്മി സ്തോത്രം, കനകധാരയൊക്കെ. ഇത് ജപിച്ചാൽ പിറ്റേ ദിവസം ലോട്ടറി അടിക്കുന്ന ആരും ചിന്തിക്കേണ്ട. പതുക്കെ പതുക്കെ പതുക്കെയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെ പാത കടന്നു വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചെടി നട്ടിട്ട് അത് വെള്ളമൊഴിച്ച് അത് വളർന്ന് അത് കായ്കൾ ഉണ്ടാവാൻ അതിനൊരു സമയമുണ്ട്. അതുകൊണ്ട് ആ ലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ഞാനിത് നിരന്തരമായി ഈ 8 കാര്യങ്ങളെയും ചെയ്തു പോകണു എന്നൊന്ന് നിരീച്ചാൽ മതി, അവിടെ വിജയമായി. അത് ചെന്നെത്തുന്നത് പൂർണ്ണമായ ഐശ്വര്യത്തിലേക്കാണ്, അല്ലെ പൂർണ്ണമായ ശ്രേയസ്സിലേക്കാണ്. അപ്പം ലക്ഷ്മി അനുഗ്രഹത്തിന് അഷ്ടകർമ്മങ്ങൾ, ലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് അഷ്ടകർമ്മങ്ങൾ പാലിക്കുമ്പോൾ ആ അഷ്ടകർമ്മത്തിലൂടെ പൂർണ്ണമായ ഐശ്വര്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് 1 മാസം എടുക്കും, ചിലർക്ക് 1 വർഷം തന്നെ എടുക്കാം. പക്ഷേ എത്തിച്ചേരുന്നത് മറ്റെങ്ങും ആയിരിക്കില്ല, പൂർണ്ണ ഐശ്വര്യത്തിലേക്കായിരിക്കും. ഒരു സാധാരണ ഭക്തനെ സംബന്ധിച്ച് അധിക സാമ്പത്തിക ബാധയില്ലാതെ ചെയ്യാൻ പറ്റുന്ന വളരെ ലഘുവായി നിൽക്കുന്ന ഐശ്വര്യത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളാണ്. കാരണം ഇപ്പോഴും പലപ്പോഴും പലതവണ പറഞ്ഞിട്ടും പല കുടുംബങ്ങളിലും കൂട്ടായ നാമജപാദികൾ കാണുന്നില്ല, കൂട്ടായ പ്രാർത്ഥനകൾ കാണുന്നില്ല. വിളക്ക് വെക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് അവിടെ ചെന്ന് തൊഴുത് ഒരു 5 മിനിറ്റ് ഇരിക്കാനുള്ളൊരു മനസ്സ് പോലും കാണിക്കുന്നില്ല. അതിന് മാറ്റം വരേണ്ടത് അനിവാര്യതയാണ്. ഒരാൾ എത്ര പഠിച്ചാലും നല്ല സ്ഥലത്തെത്തണമെങ്കിൽ ഐശ്വര്യം, ലക്ഷ്മി അനുഗ്രഹിച്ച് ഭാഗ്യമുണ്ടായാൽ മാത്രമേ നല്ല ജോലി സ്ഥലത്തെത്തുള്ളൂ. 1 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ ശമ്പളം മേടിച്ചാലും ആ സമ്പത്ത് കൊണ്ട് ജീവിതത്തിനകത്ത് ഉയർച്ച വേണമെങ്കിൽ ലക്ഷ്മി ഭഗവതി അനുഗ്രഹിച്ച് ഭാഗ്യമുണ്ടായാലേ പറ്റുള്ളൂ. എത്ര ബുദ്ധി ഉണ്ടായാലും അത് പഠിച്ച് പാസമായൊരു വിദ്യ ഉണ്ടാവണമെങ്കിൽ അവിടെ ലക്ഷ്മി അല്ലെ ഭഗവതി അനുഗ്രഹിച്ചുള്ള ഭാഗ്യം ഉണ്ടായാലേ മാത്രമേ ഉള്ളൂ. എത്ര സമ്പത്തും ഐശ്വര്യം ഉണ്ടായാലും നല്ല കുട്ടികളുണ്ടാവാൻ, ആ കുട്ടികൾക്ക് ആയുസ്സുണ്ടാവാനും ആ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കാനും അവർക്ക് നല്ല എന്താ പറയുക, ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ബുദ്ധിശക്തി കൊടുക്കാനും അവർക്കൊരു സമാധാനപരമായ ചിന്തകൾ കൊടുക്കാനും അവരെ നല്ല വഴിയിലൂടെ നടത്താനുള്ള മനസ്സുണ്ടാവണമെങ്കിലും അവർക്കും വേണം ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും.
അങ്ങനെ ജീവിതത്തിലെ ഏത് വിധാനം എടുത്താലും അവിടെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ പ്രാധാന്യം എല്ലാ കർമ്മങ്ങളിലും ഉള്ളത് കൊണ്ടും നമ്മളൊന്ന് അനങ്ങുന്നതിന് പോലും ഉണ്ടെങ്കിലും ആ ഈശ്വരാനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അനുസരിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരനുസരിച്ച് ജീവിക്കാനുള്ള ലഘുവായ മാർഗമാണ് ഈ അഷ്ടകർമ്മങ്ങൾ. അതുകൊണ്ട് മറ്റെല്ലാ കർമ്മങ്ങൾ ചെയ്യുന്നതോടെ കുടുംബത്തിൽ നിദാനമായി ചെയ്യേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് പരമ്പര നന്നാവുള്ളൂ. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ നിറയട്ടെ എന്ന് ഞാൻ ലക്ഷ്മിയോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.